അപ്പോൾ ഈ ബേസിക് കോഴ്സിൽ അല്ലെങ്കിൽ ബേസിക് ഫയർ ആൻഡ് സേഫ്റ്റി പറയുന്നതിനോടൊപ്പം നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫയർ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ലീഡിങ് കോസസ് ഓഫ് ഫയർ എന്താണ്, ഫയർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, എമർജൻസി പ്രൊസീജിയർ, ഒരു ഫയർ ഹസാർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ എക്സ്റ്റിങ്ക്യൂഷ്മെൻറ്റ് തിയറി, ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ, ഫയർ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പറയും, ഹൗ ടു യൂസ് പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, ഒരു പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ നമ്മൾ സാധാരണ കാണുന്നതാണ് പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയും. ദെൻ ഫസ്റ്റ് എയ്ഡ് നമുക്ക് എന്തായാലും ഹെൽത്ത് സേഫ്റ്റിയിൽ പറയാനുണ്ട്. ഓക്കെ, സോ ഫയറിൻ്റെ ഒരു എലാബറേഷൻ നിങ്ങൾക്ക് കാണാം. ഫയർ ഈസ് എ ഫ്രണ്ട് ഇഫ് റെസ്പോൺസ് ഏർലി, നമ്മൾ ഏർലി സ്റ്റേജിൽ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ഫയർ നമ്മുടെ ഫ്രണ്ടാണ്. അതർവൈസ് ഇഫ് യു ആർ നോട്ട് റെസ്പോണ്ടിങ് ഏർലി അറ്റ് ദി ഏർലി സ്റ്റേജ് ദ ഫയർ വിൽ ബിക്കം എ ഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു. ഫയർ ഫോ ഇഫ് റെസ്പോൺസ് ഈസിലി, നമ്മൾ സില്ലി ആയിട്ട് എന്താ വിചാരിച്ച് ഒരു ചെറിയ തീ ആയാലും നമ്മൾ അത് ഒന്നും കാര്യം വെക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു മൈൻഡിൽ എടുക്കുകയാണെങ്കിൽ ഫയർ എന്തായി മാറും, ഫോ ആയി മാറും, ശത്രുവായി മാറും. ദെൻ ഹിയർ യു ക്യാൻ സി ഡെഫിനിഷൻ ഓഫ് ഫയർ. ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഡെഫിനിഷൻ പറയാൻ നമുക്കറിയില്ല. നോർമലി നമുക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം നമ്മളെന്താ ഫയർ കാണുന്നു, ഫയർ പലതരത്തിലുള്ള പല സ്ഥലങ്ങളിൽ തീപിടിക്കുന്നത് കാണുന്നു, പല സാധനങ്ങൾ തീപിടിക്കുന്നത് കാണുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കെമിക്കൽ വേർഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷനോ ഒന്നും അന്വേഷിച്ച് പോകാറില്ല. ഇപ്പോൾ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡെഫിനിഷൻ ഉണ്ട്. ഫയർ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഫയർ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അപ്പോൾ എന്താണോ ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹീറ്റും ലൈറ്റും ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന് നമുക്ക് ഫയർ എന്ന് പറയാം. അല്ലെങ്കിൽ ഫയർ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഓക്സിജൻ, ഫ്യൂവൽ ആൻഡ് ഹീറ്റ്. അപ്പോൾ ഓക്സിജൻ, ഫ്യൂവൽ ആൻഡ് ഹീറ്റ് എപ്പോഴാണോ ഈ മൂന്നെണ്ണം ഒരുമിച്ച് വരുന്നത്, അപ്പോൾ എന്താണ് ഫയർ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫയറിൻ്റെ ഡെഫിനേഷൻസ് ആണ് ഈ പറയുന്നത്. ഫയർ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഫയർ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഓക്സിജൻ, ഫ്യൂവൽ ആൻഡ് ഹീറ്റ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ ഫയർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫയർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓക്സിജൻ, ഹീറ്റ് ആൻഡ് ഫ്യൂവൽ. വെൻ ദീസ് ത്രീ elements are combined together then only a fire will happen, otherwise fire will not be happened. അപ്പോൾ നമുക്കറിയാം ഓക്സിജൻ, ഹീറ്റ് ആൻഡ് ഫ്യൂവൽ. അപ്പോൾ ഈ മൂന്നും കൂടി ചേർത്തിട്ട് ഒരു ഫയർ ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫയർ ട്രയാങ്കിൾ ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല, നമ്മളുടെ സ്റ്റാൻഡേർഡ്സ്, അതായത് ഇന്ത്യ ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് എല്ലാം നമ്മൾ പുറത്തുനിന്ന് കടമെടുത്തതാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒന്നുകിൽ UK സ്റ്റാൻഡേർഡ്സ് ആണ്, അല്ലെങ്കിൽ US സ്റ്റാൻഡേർഡ്സ്, UK യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫയർ ട്രയാങ്കിൾ പോലുള്ള ഈ ടേംസ് എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ ടേംസും ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്? ഈ പറയുന്ന അമേരിക്കൻ അസോസിയേഷനോ അല്ലെങ്കിൽ UK അസോസിയേഷനോ ആണ് ഈ പറയുന്ന ഫയർ ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടേംസും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻസ് മെയിൻലി ഫോളോ ചെയ്യുന്നത് ഏതാണ്? UK സ്റ്റാൻഡേർഡാണ്, UK സ്റ്റാൻഡേർഡ്. സോ ഈ ഒരു ഫയർ ട്രയാങ്കിൾ ഇത് ഫോം ചെയ്തിട്ടുള്ളത് NFPA, നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ, അമേരിക്കൻ അസോസിയേഷനാണ് നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ. അവരാണ് ഈ ഫയർ ട്രയാങ്കിളും ഇനി നമ്മൾ കാണാൻ പോകുന്ന ടേംസ്, ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടേംസും ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കണ്ടീഷൻസ്, റൂൾസ്, പിന്നെ എക്യുപ്മെൻറ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ്, SOPs എല്ലാം ഫോം ചെയ്തിട്ടുള്ളത് ഈ NFPA അല്ലെങ്കിൽ UK ബേസ്ഡ് അസോസിയേഷനാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഫയർ ടെട്രാഹീഡ്രൺ കാണാം. ഈ ഫയർ ടെട്രാഹീഡ്രൺ എന്ന് പറയുമ്പോൾ ഫയർ ട്രയാങ്കിളിൻ്റെ കൂടെ എന്തായി, ഒരു കെമിക്കൽ ചെയിൻ റിയാക്ഷൻ കൂടി ആഡ് ചെയ്തു. ഒരു കെമിക്കൽ ചെയിൻ റിയാക്ഷൻ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫയർ ടെട്രാഹീഡ്രൺ എന്ന് പറയാം, കെമിക്കൽ ചെയിൻ റിയാക്ഷൻ. നമുക്കറിയാം ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു തീയായി മാറാൻ, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു തീയായി മാറാൻ, ഒരു ഫയറായി മാറാൻ അത്ര സമയം എടുക്കില്ല. അവിടെ ഇനഫ് ഫ്യൂവൽ അല്ലെങ്കിൽ ഓക്സിജൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തായി മാറും, അതൊരു വലിയൊരു ഹസാർഡായി മാറും. സോ നമ്മൾ ഈ ഫയർ ട്രയാങ്കിളിൻ്റെ കൂടെ കെമിക്കൽ ചെയിൻ റിയാക്ഷനും കൂടി ചേരുന്ന സമയത്ത് അതെന്തായി, ഫയർ ടെട്രാഹീഡ്രൺ എന്ന് പറയും. സോ സം ബേസിക് കോസസ് ഓഫ് ഫയർ. നമ്മൾ സാധാരണ കിച്ചൺ അശ്രദ്ധമായ കുക്കിംഗ്, അൺഅറ്റൻഡഡ് കുക്കിംഗ്, അതുപോലെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് നല്ല രീതിയിൽ
ഹാൻഡിൽ ചെയ്യാത്ത, നല്ല രീതിയിൽ ചെയ്യാത്തത്, അങ്ങനെ വരുമ്പോൾ ഓവർലോഡ് ഷോർട്ട് സർക്യൂട്ടൊക്കെ വന്നിട്ട് ഫയർ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന അധികം ഫയർ ഹസാർഡിലും നമ്മൾ അതിൻ്റെ റീസണായി പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ്. ഷോർട്ട് സർക്യൂട്ട്. സോ പുവർ ഇലക്ട്രിക്കൽ സിസ്റ്റംസ്. ദെൻ കമ്പസ്റ്റബിൾ സ്റ്റോറേജ് ഏരിയാസ് വിത്ത് ഇൻസഫിഷ്യൻറ്റ് പ്രൊട്ടക്ഷൻ. ആവശ്യത്തിന് പ്രൊട്ടക്ഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പസ്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നത്. കമ്പസ്റ്റബിളും ഫ്ലെയിമബിളും ഉണ്ട്. ഫ്ലെയിമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ ഡീസലൊക്കെ പോലെ ഹൈലി ഇൻഫ്ലെയിമബിൾ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹൈലി ഇൻഫ്ലെയിമബിൾ. ഫ്ലെയിമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫയറിനെ ക്യാച്ച് ചെയ്യുന്നത്. ഫയറിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഫ്യൂവൽസിനെയാണ് എന്ത് പറയുക, ഫ്ലെയിമബിൾ എന്ന് പറയുക. സ്ലോവിലി കത്തുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും, കമ്പസ്റ്റബിൾ എന്നാണ് പറയുക. കമ്പസ്റ്റബിൾ. സോ സ്റ്റോറേജ് ഏരിയാസ് വിത്ത് ഇൻസഫിഷ്യൻറ്റ് പ്രൊട്ടക്ഷൻ. ആവശ്യത്തിന് പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഈ കമ്പസ്റ്റബിൾ സ്റ്റോറേജ് ചെയ്യുന്നത്, കമ്പസ്റ്റബിൾ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ കാൻഡിൽസ്, സ്മോക്കിംഗ് സിഗരറ്റ് ലൈറ്റേഴ്സ്, ഓപ്പൺ ഫ്ലെയിംസ്, അതുപോലെ ചിമ്നീസ്, നമ്മൾ കിച്ചണിലൊക്കെ കാണുന്ന ചിമ്നീസ്. ദെൻ എക്സ്റ്റീരിയർ കുക്കിംഗ് എക്യുപ്മെൻറ്റ്, ബാർബിക്യൂ, അതുപോലെ ലീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബാറ്ററി. ഇതെല്ലാം എന്താണ്, ഒരു ഫയർ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണങ്ങളാണ്. നമ്മൾ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെല്ലാം പറഞ്ഞതാണ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഡയറക്റ്റ് കോണ്ടാക്ട്. അപ്പോൾ ഈ 4 എണ്ണം എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫറിങ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഫയർ ട്രാൻസ്ഫറിങ് മെത്തേഡ്. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ആൻഡ് ഡയറക്റ്റ് കോണ്ടാക്ട്. കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ സോളിഡ്സ്. ഒരു സോളിഡ് പാർട്ടിക്കിളിലൂടെ അല്ലെങ്കിൽ സോളിഡ് മെറ്റീരിയലിൽ ഹീറ്റ് ഒരറ്റത്തു നിന്ന് അപ്പുറത്തെ അറ്റത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാം, ഒരു സോളിഡ് പാർട്ടിക്കിൾ ഹീറ്റാക്കി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു അയൺ റോഡ്, ഒരു ഇരുമ്പ് കമ്പി ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റത്തെ എഡ്ജിലുള്ള ആ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഫസ്റ്റ് ഹീറ്റാവും. ദെൻ ആ ഹീറ്റ് തൊട്ടടുത്തുള്ള ആറ്റത്തിലേക്ക് അല്ലെങ്കിൽ മോളിക്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ അതെന്ത് ചെയ്യും, അപ്പുറത്തെ എൻഡിലേക്ക് എത്തും. അപ്പോൾ ഇങ്ങനെ സോളിഡ് മെറ്റീരിയലിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കണ്ടക്ഷൻ. രണ്ടാമത്തെ കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ഓർ ഗ്യാസ്, ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് കൺവെക്ഷൻ. ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്നലെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, കൺവെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ വാട്ടർ ബോയിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കെറ്റിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന നോർമൽ വാട്ടർ, അതിൻ്റെ ഡെൻസിറ്റി പാർട്ടിക്കിൾസ് ആവും അതിലുണ്ടാവുക. അപ്പോൾ നമ്മളത് കെറ്റിൽ ചൂടാക്കുന്ന സമയത്ത് എന്താവും, ആ കെറ്റിലിൻ്റെ അടിഭാഗത്തുള്ള അല്ലെങ്കിൽ ആ കോയിൽ എവിടെയാണ് ഇരിക്കുന്നത് ആ ഭാഗത്തുള്ള വെള്ളം ആദ്യം ചൂടാവും. ആ ഭാഗത്തുള്ള വെള്ളം ആദ്യം ചൂടായിട്ട് ആ ചൂടായ വെള്ളം നേരെ മുകളിലേക്ക് വരും, മുകളിലുള്ള തണുത്ത വെള്ളം നേരെ താഴേക്ക് പോകും. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈക്ലിക് ആയിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മൾക്ക് ഈ വെള്ളം ചൂടാകുന്ന സമയത്ത് ബബിൾസ് ഒക്കെ നമുക്ക് കാണാറുണ്ട്, ബബിൾസ് ഇങ്ങനെ മുകളിലേക്ക് വരുന്നത്. സോ ലോ ഡെൻസിറ്റി ഹീറ്റ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂടാവുന്ന സമയത്ത് ഒരു പാർട്ടിക്കിളിൻ്റെ ഡെൻസിറ്റി കുറയും. അപ്പോൾ ഡെൻസിറ്റി കുറയുന്ന സമയത്ത് ഈ ഡെൻസിറ്റി കുറഞ്ഞ പാർട്ടിക്കിൾ എപ്പോഴും മുകളിലേക്കാണ് പോവുക, ഡെൻസിറ്റി കുറവുള്ള പാർട്ടിക്കിൾസ് മുകളിലേക്കാണ് പോവുക. അപ്പോൾ ചൂടായിട്ടുള്ള വെള്ളം മുകളിലേക്ക് വരും, മുകളിലുള്ള തണുത്ത വെള്ളം താഴേക്ക് പോവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ദിസ് കൈൻഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കോൾഡ് കൺവെക്ഷൻ. ദെൻ മൂന്നാമത്തത് റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ അറ്റ്മോസ്ഫിയറിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എന്തുണ്ടാവില്ല, അവിടെ ഒരു മീഡിയ ഉണ്ടാവില്ല, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനൊരു മീഡിയ ഉണ്ടാവില്ല, വെറും അറ്റ്മോസ്ഫിയറിലൂടെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ ലേസർ ബീം ഒക്കെ യൂസ് ചെയ്തിട്ട് പേപ്പറൊക്കെ കുഞ്ഞിലെ കത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലേസർ ബീം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് സമയം പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് മാത്രം ബേൺ ആവും. അപ്പോൾ അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ്, അതായത് അറ്റ്മോസ്ഫിയറിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് റേഡിയേഷൻ. പിന്നെ ലാസ്റ്റ് വരുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പേപ്പർ എടുക്കുന്നു, നമ്മളൊരു ലൈറ്റർ എടുക്കുന്നു, നമ്മൾ നേരിട്ട് കത്തിക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഹീറ്റ് ട്രാൻസ്ഫറിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. കണ്ടക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഇമേജിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഇരുമ്പ് പൈപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഫസ്റ്റ് തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ ആ ഇരുമ്പ് പൈപ്പ് ചൂടാവുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ട് അപ്പുറത്തുള്ള ഫ്യൂവലിൽ ഹീറ്റ് കൂടുന്ന സമയത്ത് എന്താവും, ഫ്യൂവലും ഓക്സിജനും അവിടെ ഉണ്ട്,
നോർമലി തീ ആളിപ്പടരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്ന മെത്തഡാണ് കണ്ടക്ഷൻ. കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇമേജിൽ കാണാം, ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഫയർ ഉണ്ടായി. ആ ഫയർ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ഹീറ്റ് ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും, സ്മോക്ക് ഉണ്ടാവും. നമ്മൾ പറഞ്ഞത് ഫയറിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ് ഹീറ്റ്, ലൈറ്റ്, സ്മോക്ക് എല്ലാം. അപ്പോൾ എന്താ, ഈ സ്മോക്ക് മുകളിലേക്ക് പോകുന്നു, റൂം ടെമ്പറേച്ചർ കൂടുന്നു, റൂം ടെമ്പറേച്ചർ കൂടി സ്മോക്ക് മുകളിലേക്ക് പോയി, മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിലും ആ സ്മോക്ക് എത്തി, അവിടെ ഹീറ്റ് കൂടുന്നു. ഹീറ്റ് കൂടിക്കഴിഞ്ഞ് ഒരു പെർട്ടിക്കുലർ ടൈം എത്തിക്കഴിഞ്ഞാൽ എന്താവും, അവിടെ എന്തെങ്കിലും ഫ്യൂവലിൻ്റെ പാർട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കത്താൻ സാധ്യതയുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും, ഫയർ ചെയ്തിട്ട് കത്തി പിടിക്കാൻ തുടങ്ങും. സോ ഇങ്ങനെ ഈ രീതിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന, എന്താ പറയുക, ഗ്യാസിലൂടെ അല്ലെങ്കിൽ ലിക്വിഡിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, കൺവെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ, അറ്റ്മോസ്ഫിയറിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് റേഡിയേഷൻ. വിത്തൗട്ട് ഹാവിങ് എനി മീഡിയ, ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പോർഷൻ ടു അനദർ പോർഷൻ. അതാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡയറക്റ്റ് കോണ്ടാക്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഡയറക്റ്റ്ലി ഒരു പേപ്പർ എടുക്കുന്നു, ഒരു ലൈറ്റ് എടുക്കുന്നു, അത് ആ പേപ്പർ കത്തിക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് കോണ്ടാക്ട്. അപ്പോൾ ഇത്രയും, ഈ 4 ഹീറ്റ് ട്രാൻസ്ഫറിങ് മെത്തേഡ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി സിമ്പിളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്ലൈഡിൽ കാണുന്ന ക്ലാസിഫിക്കേഷൻ, ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ഡി, ഇ, എഫ്, 6 ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൽ മെയിൻലി there are 4 classification, class A, B, C and D. E is there and F is there. അപ്പോൾ ഈ ക്ലാസ് ഇ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആക്ച്വലി അത് ആ ലിസ്റ്റിലില്ല. നമ്മളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ് ഇ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ക്ലാസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ഓയിൽസ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ്. Okay, so classification of fire, class A, class B, class C, class D, class E and F. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UK ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് US ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ വേറെ ഉണ്ട്. അപ്പോൾ UK ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ഇൻവോൾവ്ഡ് ഇൻ സോളിഡ് മെറ്റീരിയലിൽ ഉണ്ടാവുന്ന ഫയർ എല്ലാം ക്ലാസ് എയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് മെറ്റീരിയൽ, നമ്മുടെ പെട്രോള്, ഡീസൽ, കെറോസിൻ, അതുപോലെ ലിക്വിഡ് ഫോമിലുള്ള എന്ത് ഫ്യൂവല് ബേൺ ചെയ്താലും അല്ലെങ്കിൽ കത്തിപ്പിടിച്ചാലും എന്താ ഉണ്ടാവുക, അത് ക്ലാസ് ബിയിലാണ് ഉൾപ്പെടുത്തുക. ദെൻ ക്ലാസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്, നമ്മുടെ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് പോലത്തെ LPG അല്ലെങ്കിൽ മീഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടൈൻ ഗ്യാസ് എന്തോ ആയിക്കോട്ടെ, അത് തീപിടിച്ചു കഴിഞ്ഞാൽ എന്താ, അത് ക്ലാസ് സിയിലാണ് ഉൾപ്പെടുക. ദെൻ ക്ലാസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസ് നമ്മുടെ അയണോ, അലുമിനിയോ അല്ലെങ്കിൽ മഗ്നീഷ്യോ, എന്ത് മെറ്റലോ ആയിക്കോട്ടെ, അത് തീപിടിച്ചു കഴിഞ്ഞാൽ അത് ക്ലാസ് ഡി എന്ന ക്ലാസിഫിക്കേഷനിലാണ് വരിക. ദെൻ ക്ലാസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇലക്ട്രിക്കൽ. ആക്ച്വലി ഇതെന്താ, ലൈവ് ഇലക്ട്രിക്കൽ അപ്പാരറ്റസിന് തീപിടിച്ചു കഴിഞ്ഞാൽ, അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടോർ, അപ്പോൾ അവിടെ എന്താ, ലൈവ് ഇലക്ട്രിസിറ്റി ഉണ്ട്. ആ ലൈവ് ഇലക്ട്രിസിറ്റി ഉള്ള സമയത്താണ് അത് തീപിടിക്കുന്നതെങ്കിൽ അത് ഏതിൽ വരും, ക്ലാസ് ഇയിൽ വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആക്ച്വലി ക്ലാസ് ഇ ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദിസ് ലിസ്റ്റ്, ബട്ട് വി ഹാവ് ഇൻക്ലൂഡഡ് ഫോർ അവർ കൺവീനിയൻസ്. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ക്ലാസ് ഇ കൂടി ഉൾപ്പെടുത്തി. ദെൻ ക്ലാസ് എഫ്, കുക്കിംഗ് ഓയിൽസ്, ഫയർ ഡ്യൂ ടു കുക്കിംഗ് ഓയിൽസ്. നമുക്ക് കിച്ചണിൽ ഉള്ള കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഓയിലൊക്കെ തീപിടിക്കുകയാണെങ്കിൽ അത് മാത്രം എന്താ, ഒരു പ്രത്യേക കാറ്റഗറി ആക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് UK ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി US ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് UK ബേസ്ഡ് ക്ലാസിഫിക്കേഷന് സ്ലൈറ്റ്ലി ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ UK ബേസ്ഡ് ക്ലാസിഫിക്കേഷനിൽ ക്ലാസ് എ സോളിഡ് തന്നെയാണ്, US-ലും അത് ക്ലാസ് എ സോളിഡ് തന്നെയാണ്. UK ബേസ്ഡ് ക്ലാസിഫിക്കേഷനിൽ ക്ലാസ് ബി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അത് ഫയർ ഇൻവോൾവിങ് ഇൻ ഫ്ലെയിമബിൾ ലിക്വിഡ്സിൽ വരുന്ന ഫയർ ആണെന്നുണ്ടെങ്കിൽ അത് ക്ലാസ് ബിയിലാണ്. ക്ലാസ് സി ഫയർ ഇൻവോൾവിങ് ഇൻ ഗ്യാസസ്. അപ്പോൾ ഇവിടെ ഗ്യാസസിന് ക്ലാസ് സി എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സിലാണ് എന്ത്, UK ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് US ആണെന്നുണ്ടെങ്കിൽ എന്താ, ഈ ഗ്യാസസിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലാസ് ബി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ് എ
യു എസ് ക്ലാസിഫിക്കേഷനിൽ ക്ലാസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ്സ്, ക്ലാസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. അതാണ് ഒരു വ്യത്യാസം. യു എസ് ക്ലാസിഫിക്കേഷനും യു കെ ക്ലാസിഫിക്കേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡും ഗ്യാസസും ഉൾപ്പെടുന്നതാണ്. ദെൻ ക്ലാസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസ് ക്ലാസിഫിക്കേഷനിൽ ക്ലാസ് സിയിലാണ് ഇലക്ട്രിക്കൽ അപ്പാരറ്റസ് വരുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫയർ വരുന്നത് ക്ലാസ് സിയിലാണ് യു എസ് ക്ലാസിഫിക്കേഷനിൽ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന യു കെ ക്ലാസിഫിക്കേഷൻ, യു എസ് ക്ലാസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ലൈവ് ഇലക്ട്രിക്കൽ അപ്പാരറ്റസ് വരിക ക്ലാസ് സിയിലാണ്. ദെൻ ക്ലാസ് ഡി മെറ്റൽസ്, ക്ലാസ് ഇ എന്നുള്ളത് യു എസ് ക്ലാസിഫിക്കേഷനിൽ ഇല്ല. ക്ലാസ് എഫ് ഉണ്ട്, എഫിന് പകരം ക്ലാസ് കെ എന്നാണ് പറയുക, ക്ലാസ് കെ കിച്ചൺ ഫയർ, ക്ലാസ് കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, ഫയറിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മളൊരു ഫയർ കാണുമ്പോൾ അത് ഏത് ടൈപ്പ് ഫയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ ഫയറിനും എല്ലാ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏതാണോ ഫയറിന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലൈവ് ഇലക്ട്രിക്കൽ അപ്പാരറ്റസ്, ഒരു ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ മോട്ടർ കത്തുന്നു, നമ്മളുടെ വീട്ടിലെ ഒരു മോട്ടർ തീ പിടിക്കുകയാണെന്ന് വെച്ചോ, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീ പിടിച്ചു. അപ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ, വെള്ളം നല്ലൊരു കണ്ടക്ടറാണ്, അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസ് ഇ ഫയറിൽ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫയറിൻ്റെ ക്ലാസ് ഏതാണെന്ന് അറിഞ്ഞാൽ, അതെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതൊരു ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ് ചൂസ് ചെയ്താലും അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫയറിന് യൂസ് ചെയ്യാം എന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ലേബൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഏതൊരു ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ് എടുത്ത് നോക്കിയാലും അതിൽ ലേബൽ കാണാം ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫയറിന് യൂസ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ദെൻ ഹിയർ യു ക്യാൻ സീ മെത്തേഡ്സ് ടു എക്സ്റ്റിങ്ക്യൂഷ് ഫയർ. അപ്പോൾ നമ്മൾ ഫയർ എന്താണെന്ന് പറഞ്ഞു. ഇനി അത് തീ അണയ്ക്കുന്ന പ്രോസസ്സ്, ഈ തീ അണയ്ക്കുന്ന പ്രോസസ്സിന് മെയിൻലി 4 മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫയർ ട്രയാങ്കിൾ പഠിച്ചു. ആ ഫയർ ട്രയാങ്കിളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഓക്സിജൻ, ഫ്യൂവൽ ആൻഡ് ഹീറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ 3 ഓക്സിജൻ, ഫ്യൂവൽ, ഹീറ്റ് എപ്പോഴാണോ ഒരുമിച്ച് വരുന്നത് അപ്പോൾ മാത്രമേ തീ ഉണ്ടാവുള്ളൂ. അതിലേതെങ്കിലും ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ തീനെ നമുക്ക് അണയ്ക്കാൻ പറ്റും, അത് എത്ര വലിയ തീ ആയാലും. ഓക്കെ, സോ നമ്മൾ ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷിംഗ് മെത്തേഡ്സ് ആയിട്ട് 4 മെത്തേഡ്സാണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റത്തേതാണ് സ്റ്റാർവേഷൻ. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയർ ട്രയാങ്കിളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തീയിൽ നിന്ന്, ഒരു ഫയറിൽ നിന്ന് ഫ്യൂവലിൻ്റെ പാർട്ട് റിമൂവ് ചെയ്യുന്നതിനാണ് സ്റ്റാർവേഷൻ എന്ന് പറയുക. ഫ്യൂവൽ പാർട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്റ്റാർവേഷൻ എന്ന് പറയും. ഒരു ഫയറിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫയർ ട്രയാങ്കിളിൽ നിന്ന് ചൂട് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കൂളിംഗ് എന്ന് പറയും, കൂളിംഗ്. മൂന്നാമത്തത് ഓക്സിജൻ. ഒരു ഫയർ ട്രയാങ്കിളിൽ നിന്ന് ഓക്സിജൻ അല്ലെങ്കിൽ ഒരു തീയിൽ നിന്ന് ഓക്സിജൻ അല്ലെങ്കിൽ എയർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്മോദറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ് എന്ന് പറയും, സ്മോദറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ്. ഇപ്പോൾ സ്മോദറിംഗ് ഒക്കെ നമ്മൾ ചെയ്യാറുള്ളത്, നമ്മൾ സാധാരണ ചെറിയ തീയൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്നൊക്കെ കാലുകൊണ്ട് ചവിട്ടിയിട്ട് കെടുത്തും, അല്ലെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് എന്തെങ്കിലും, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും എന്തുണ്ടാവും, മണലോ അല്ലെങ്കിൽ വേറെ ചാക്കോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും വസ്തു കൊണ്ടിടും. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം എന്താ, സ്മോദറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ്. അല്ലെങ്കിൽ ആർക്കെങ്കിലും തീ പിടിച്ചു, ശരീരത്തിന് തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ബ്ലാങ്കറ്റിംഗ് ആണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അയാളുടെ ബാക്കിലൂടെ പോയിട്ട് വലിയൊരു ബ്ലാങ്കറ്റ് എടുത്തിട്ട് അയാളുടെ ബാക്കിലൂടെ പോയിട്ട് ഫുള്ളി കവർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അയാളെ നിലത്ത് കിടത്തിയിട്ട് ഉരുട്ടുക, റോൾ ചെയ്യുക. ഇത്രയാണ് നമ്മൾ ഒരാൾക്ക് തീ പിടിച്ചാൽ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്മോദറിങ്, റിമൂവൽ ഓഫ് ഓക്സിജൻ ഫ്രം ദി ഫയർ ട്രയാങ്കിൾ, സ്മോദറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ് എന്ന് പറയും. പിന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. കെമിക്കൽ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുക, ഏതെങ്കിലും വിധേന ആ കെമിക്കൽ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് പറയും, കെമിക്കൽ റിയാക്ഷൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ഒരു ആൻറ്റിഡോട്ടോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഹസാർഡ് സംഭവിക്കുന്ന സമയത്ത് ആ കെമിക്കൽ ഹസാർഡ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു കെമിക്കൽ ഡോട്ട് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ആ തീനെ ഇല്ലാതാക്കാൻ പറ്റും, ആ കെമിക്കൽ ചെയിൻ റിയാക്ഷൻ ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ ഈ 4 മെത്തേഡാണ് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഈ 4 മെത്തേഡ് കാണാം. ഫ്യൂവൽ,
റിമൂവ് ചെയ്യുന്നത് സ്റ്റാർവേഷൻ, എയർ റിമൂവ് ചെയ്യുന്നതാണെങ്കിൽ സ്മോദറിങ്, ഹീറ്റ് റിമൂവ് ചെയ്യുന്നതാണെങ്കിൽ കൂളിംഗ്. ഇപ്പോൾ ഒരു ഫയർ ടാങ്കിൽ നിന്ന് ഫ്യൂൽ റിമൂവ് ചെയ്താൽ സ്റ്റാർവേഷൻ, എയർ റിമൂവ് ചെയ്യുക, എയർ അല്ലെങ്കിൽ ഓക്സിജൻ റിമൂവ് ചെയ്താൽ സ്മോദറിങ്, ഹീറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ കൂളിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമേജ് കാണാം. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഒരു ഫയർമാൻ അല്ലെങ്കിൽ ഫയർ ബ്രിഗേഡ് ഒരു ആ പൈപ്പിൻ്റെ ഒരു എഡ്ജിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം റിമൂവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വിറക് അല്ലെങ്കിൽ ബുക്സ് കത്തി കഴിഞ്ഞാൽ അവിടെ കത്താൻ സാധ്യതയുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ബാക്കിയുള്ള ബുക്കെല്ലാം നമ്മൾ റിമൂവ് ചെയ്യും, അവിടെ നിന്ന് മാറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫയറിൻ്റെ ഡെപ്ത് കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ കൂളിംഗ്, നമ്മൾ വെള്ളം ഒഴിക്കുന്നതൊക്കെ അത് കൂളിങ്ങിൽ പെടും. മൂന്നാമത്തത് ബ്ലാങ്കറ്റിങ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫയർ ബ്ലാങ്കറ്റിൻ്റെ ഇമേജ് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഇമേജിലുള്ളത് ഒരു ഫയർ റിട്ടാർഡൻറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ബ്ലാങ്കറ്റാണ്, ഫയർ റിട്ടാർഡൻറ്റ് ബ്ലാങ്കറ്റാണ്. അതിന് തീ പിടിക്കില്ല. നമ്മൾ നോർമൽ ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഉരുകിയിട്ട് ശരീരത്തിൽ ഒട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഫയർ ബ്ലാങ്കറ്റ് ഇൻഡസ്ട്രീസിലൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ബ്ലാങ്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ഈ സേഫ്റ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ബ്ലാങ്കറ്റ്സും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ദെൻ ഹിയർ യു ക്യാൻ സീ എക്യുപ്മെൻറ്റ് യൂസ്ഡ് ടു എക്സ്റ്റിംഗ്വിഷ് കൺട്രോൾ ഇറ്റ്. ദേ ആർ 3 types. അപ്പോൾ നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് മെയിൻലി 3 തരത്തിലാണുള്ളത്. ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ നമ്മൾ ഒരുപാട് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ മെയിൻലി 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് ആ 3 ഫസ്റ്റത്തേതാണ് പോർട്ടബിൾ ടൈപ്പ്. പോർട്ടബിൾ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടേക്കും ഈസിലി മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിട്ടുള്ള എക്യുപ്മെൻറ്റിനെയാണ് നമ്മൾ പോർട്ടബിൾ ടൈപ്പ് എന്ന് പറയുക. നമുക്ക് പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ. അപ്പോൾ നിങ്ങൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചറിൽ എല്ലായിടത്തും വാളിലൊക്കെ തൂങ്ങി കിടക്കുന്നത് കാണാം. നിങ്ങൾ പെട്രോൾ ബങ്കിലോ എവിടെ പോയാലും നിങ്ങൾക്ക് കാണാം. സോ അത് അങ്ങനെ പോർട്ടബിൾ ടൈപ്പ് ആയിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻ്റ് ഉണ്ട്. പിന്നീടുള്ളത് ഫിക്സ്ഡ് സിസ്റ്റംസ് ആണ്. ഫിക്സ്ഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഹൈഡ്രൻറ്റ്, സ്പ്രിംഗ്ലേഴ്സ് എക്സെട്ര. അപ്പോൾ ഇത് നമ്മളൊരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ, ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പല സ്ഥലത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കാണാം, നിങ്ങൾക്കൊരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ സൈഡിലൊക്കെ പോയി നോക്കിയാൽ റെഡ് പൈപ്പ് കാണാം. പിന്നെ അകത്ത് കയറി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാം, വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെയർ കേസിൻ്റെ അവിടെ എന്തുണ്ടാവും, ഫിക്സ്ഡ് സിസ്റ്റംസ് കാണാം. റെഡ് പൈപ്പ്, അതിലൊരു വാൾവ്, ഹൈഡ്രൻറ്റ് വാൾവ്, വലിയൊരു വാൾവ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ഹോസ് ബോക്സ് ഉണ്ടാവും. അതിനകത്ത് ഹോസ് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരുപാട് ഹോസസും വാൾവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം എന്താ, ഫിക്സ്ഡ് സിസ്റ്റത്തിൽ പെട്ടതാണ്. മൂന്നാമത്തതാണ് വെഹിക്കിൾ മൗണ്ടഡ്. വെഹിക്കിൾ മൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഫയർ എൻജിൻ, ഫയർഫോഴ്സിൻ്റെ കയ്യിലുണ്ടാകുന്ന ഫയർ എൻജിൻ. അതെന്താ, ഒരു വെഹിക്കിൾ മൗണ്ടഡ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം DFT, CFT. DFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഫയർ ടെൻഡർ. ഫയർ ടെൻഡർ എന്നാണ് നമ്മുടെ ഫയർ എൻജിന് പറയുന്ന പേര് കേട്ടോ. ടെക്നിക്കലി പറയുന്ന പേര് ഫയർ ടെൻഡർ എന്നാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ഫയർ ടെൻഡർ ഉണ്ട്. CFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഷ് ഫയർ ടെൻഡർ. ക്രാഷ് ഫയർ ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ട്സിലെല്ലാം യൂസ് ചെയ്യുന്നതാണ് ക്രാഷ് ഫയർ ടെൻഡർ. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി ഇവിടെ നമ്മുടെ അവിടെ കരിപ്പൂർ എയർപോർട്ടിലൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. നമുക്കറിയാം, ഭാഗ്യത്തിന് അവിടെ എന്തുണ്ടായില്ല, തീപിടുത്തം ഉണ്ടായില്ല. തീപിടുത്തം ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയൊരു ഹസാർഡായി മാറിയേനെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, എയർപോർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് ക്രാഷ് ഫയർ ടെൻഡർ. ഇപ്പോൾ DFT ഉണ്ട്, ക്രാഷ് ഫയർ ടെൻഡർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതൊരു എക്യുപ്മെൻ്റ് ആയാലും അത് ഈ 3 ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ ഉൾപ്പെട്ടതായിരിക്കും. നെക്സ്റ്റ്, പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്. നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ പറഞ്ഞു, പോർട്ടബിൾ എക്യുപ്മെൻ്റ് എന്താണെന്നുള്ളതും പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇമേജിൽ കാണുന്ന ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് നിങ്ങൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറിലെല്ലാം ഒരേ മെറ്റീരിയൽ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറെല്ലാം അപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് അതിനുള്ളിലുള്ള കണ്ടൻറ്റിന് വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ നമ്മളിപ്പോൾ മെയിനായിട്ട് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് 4ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തേതാണ് വാട്ടർ ടൈപ്പ്. വാട്ടർ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നിറയ്ക്കുന്ന ടൈപ്പ്. രണ്ടാമത്തെ ഫോം ടൈപ്പ്. ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പത. ഇപ്പോൾ നമ്മൾ ഡിറ്റർജൻ്റൊക്കെ ജസ്റ്റ് വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോം കിട്ടും. അപ്പോൾ മൂന്നാമത്തതാണ് ഗ്യാസ് ടൈപ്പ്. ഗ്യാസ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസസ് ആയിരിക്കും അതിനകത്തുണ്ടാവുക. ദെൻ പൗഡർ ടൈപ്പ്. പൗഡർ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
സാധാരണ യൂസ് ചെയ്യുന്ന ഫോസ്ഫേറ്റിൻ്റെ അമോണിയം മിക്സ്ഡ് പൗഡേഴ്സ് ഫില്ല് ചെയ്യുന്ന തരത്തിലുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പൗഡർ ടൈപ്പിൽ തന്നെ വെറ്റ് കെമിക്കൽ പൗഡറുണ്ട്, ഡ്രൈ കെമിക്കൽ പൗഡറുണ്ട്, 2 ടൈപ്പ് പൗഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റത്തേതാണ് വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷേഴ്സ്. അതായത് എക്സ്റ്റിങ്ക്വിഷർ ഫിൽഡ് വിത്ത് വാട്ടർ, അതിനകത്ത് വെള്ളമായിരിക്കും നിറച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ വെള്ളം നിറച്ചിട്ടുള്ള ഒരു എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്നത് നമ്മൾ ചുറ്റുപാടിലധികം കാണുന്ന എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെൻറ്റ് ടൈപ്പാണ്. അപ്പോൾ ഈ വാട്ടർ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വാട്ടർ ടൈപ്പിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ക്ലാസ് ഫയറിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസ് എ ഫയറിന് നിങ്ങൾക്ക് അവിടെ കാണാം, ക്ലാസ് എ ഫയറിന് മാത്രമേ ഈ വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോർമലി 6 to 9 ലിറ്റർ സൈസ് ഓഫ് സിലിണ്ടർ അവൈലബിൾ ആണ് ഇൻഡസ്ട്രിയിൽ. 6 to 9 ലിറ്റർ സൈസ് സിലിണ്ടേഴ്സ് അവൈലബിൾ ആണ്. സ്യൂട്ടബിൾ ഓൺലി ഫോർ ക്ലാസ് എ ഫയർ. ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ക്ലാസ് എ ഫയറിനാണ്. ദെൻ നോട്ട് ഫോർ യൂസ് ഓൺ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് നമുക്കറിയാം ക്ലാസ് ബിയിലാണ് വരുന്നത്. അപ്പോൾ ഇതൊരിക്കലും ക്ലാസ് ബിയിൽ ഫ്ലെയിമബിൾ ലിക്വിഡ്സിലേക്ക് അപ്ലൈ ചെയ്യരുത്. കാരണം ഫ്ലെയിമബിൾ ലിക്വിഡ്സിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഒരു ബോട്ടിലിൽ ഒരു ഗ്ലാസ്സിൽ എന്തെങ്കിലും കുറച്ചെടുക്കുക, അതിൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. വാട്ടർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കുന്നത് കാണാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കെമിസ്ട്രിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ വെള്ളം കൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലിക്വിഡ് ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ല. സോ ക്ലാസ് ബിയിൽ നമുക്ക് ഒരിക്കലും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ നോട്ട് ടു ബി യൂസ്ഡ് നിയർ ടു ലൈവ് ഇലക്ട്രിക്കൽ അപ്പാരറ്റസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ലൈവ് ഇലക്ട്രിക്കൽ അപ്പാരറ്റസ് വർക്കിംഗ് മോട്ടറിലോ അല്ലെങ്കിൽ വർക്കിംഗ് ട്രാൻസ്ഫോമറോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഇലക്ട്രിക്കൽ അപ്പാരറ്റസ് ആണെങ്കിൽ അതിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ട്, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത ഉണ്ട്. ദെൻ ഡിസ്ചാർജ് ടൈം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 60 സെക്കൻഡ്സ്, 1 മിനിറ്റ് ആണ്. അപ്പോൾ അത് 30 സെക്കൻഡ്സ് മുതൽ 10 സെക്കൻഡ്സ് മുതൽ 60 സെക്കൻഡ്സ് വരെയുള്ള പല ടൈപ്പ് ഓഫ് സിലിണ്ടേഴ്സ് ഉണ്ട്. സൈസിനനുസരിച്ച് ഡിസ്ചാർജ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മളിപ്പോൾ നോർമലി ഒരു 9 ലിറ്റർ സൈസ് ഉള്ളതൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്ചാർജ് ടൈം എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. ദെൻ അപ്രോക്സിമേറ്റ്ലി 15 കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരിക്കും. ഇതാണ് വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ. ദെൻ ഈ വാട്ടറിന് എഴുതിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക, വാട്ടറിന് എഴുതിയിട്ടുള്ളത് ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ടിലാണ്. സോ നമുക്ക് ഇങ്ങനെയുള്ള എക്സ്റ്റിങ്ക്വിഷേഴ്സിൻ്റെ കളർ കോഡായിട്ട് റെഡ് പറയാം. ഇപ്പോൾ നമ്മൾ ഒരു എക്സ്റ്റിങ്ക്വിഷറിനെ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ അതിൽ ലാബിലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കളർ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കളർ കൊണ്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈറ്റിൽ ഏതാണോ എഴുതിയിട്ടുള്ളത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഏത് ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ ആണെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ വാട്ടർ എന്ന് എഴുതിയിട്ടുള്ളത് ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ റെഡാണ് വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷറിൻ്റെ കളർ കോഡ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഫോം ടൈപ്പ്. ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറും എന്തെങ്കിലും കെമിക്കലും മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫോം ടൈപ്പ് എവിടേക്ക് അപ്ലൈ ചെയ്യാം? ഫോം ടൈപ്പ് നമുക്ക് ക്ലാസ് എ ഫയറിനും ക്ലാസ് ബി ഫയറിനും, അതായത് സോളിഡ് ഫയറിനും ലിക്വിഡ് ഫയറിനും നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ എന്തെങ്കിലും തീപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ബി ഫയർ, പെട്രോള്, കെറോസിൻ അതുപോലത്തെ എന്തെങ്കിലും തീപിടിച്ച് കഴിഞ്ഞാൽ ക്ലാസ് ബി ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി, ഈ രണ്ടെണ്ണത്തിലാണ് ഈ ഫോം ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷേഴ്സ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ 9 ലിറ്റർ, 6 ലിറ്റർ, 2 ലിറ്റർ സിലിണ്ടേഴ്സ് അവൈലബിൾ ആണ്. ഐഡിയൽ ഫോർ ബേണിംഗ് സോളിഡ്സ് ആൻഡ് ഹൈഡ്രോ കാർബൺ ലിക്വിഡ്സ്. ഇത് സോളിഡ്സിനും ഹൈഡ്രോ കാർബൺ ലിക്വിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പെട്രോള്, ഡീസൽ, കെറോസിൻ ഇതൊക്കെ ഹൈഡ്രോ കാർബൺ ആണ്. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിച്ചവരുണ്ടായിരിക്കും ഇതിൽ. അപ്പോൾ അതെല്ലാം ഹൈഡ്രോ കാർബൺ ആണ്, കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ക്യാൻ ബി റേറ്റഡ് ഫോർ യൂസ് ഓൺ ലൈവ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. അപ്പം നമുക്ക് ഈ ഫോം നമുക്ക് ലൈവ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്കറിയാം വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഫോം യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം ഞാൻ നേരത്തെ പറഞ്ഞു, ഫോം എന്ന് പറയുന്നത് ഒരു കെമിക്കലും
വാട്ടറും കൂടി മിക്സ് ചെയ്താൽ ഉണ്ടാകുന്നതാണ് ഫോം. ഈ ഫോം എന്ന് പറയുന്നത് ഒരിക്കലും കറണ്ടിനെ കടത്തി വിടൂല, കണ്ടക്ട് ചെയ്യൂല. ഫോം ഈസ് നോട്ട് എ കണ്ടക്ടർ. ബിക്കോസ് ഓഫ് ദാറ്റ് വി ക്യാൻ യൂസ് ദീസ് കൈൻഡ് ഓഫ് എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഓൺ ക്ലാസ് ഇ ഫയർ. ഇലക്ട്രിക്കൽ ഫയറിന് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മൾ ഇലക്ട്രിക്കൽ ഫയറിന് ഈ ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ തീ പിടിക്കുന്നു, നമ്മൾ അവിടെയുള്ള, ഇപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമ്മുടെ വീട്ടിൽ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഒന്നും ഉണ്ടാവില്ല, വീടുകളിലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫോം എക്സ്റ്റിങ്ക്യൂഷർ ഇരിക്കുന്നു, ഫോം ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ ഇരിക്കുന്നു. നിങ്ങളത് നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം കത്തുന്നു, നിങ്ങൾ ഈ ഫോം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീ അണയ്ക്കാൻ പറ്റും. പക്ഷേ എന്തുണ്ടാവില്ല, ആ കമ്പ്യൂട്ടർ പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഫോം നമുക്ക് ഇലക്ട്രിക്കൽ ഫയറിന് അപ്ലൈ ചെയ്യാം. പക്ഷേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസ്, ആ ഗാഡ്ജറ്റ് ഡാമേജ് ആവും. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി ടൈപ്പ് ഫയറിനാണ്. ദെൻ ഡ്രൈ പൗഡർ, കെമിക്കൽ ഡ്രൈ പൗഡർ എന്ന് പറയും, അല്ലെങ്കിൽ ABC പൗഡർ. നിങ്ങൾക്ക് ABC എന്ന് പറഞ്ഞിട്ട് കാണാം ഈ സിലിണ്ടർ. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നോക്കിയാൽ മതി, ഒന്നുകിൽ ഡ്രൈ പൗഡർ അല്ലെങ്കിൽ ABC എന്ന് കാണാം. ഈ ടൈപ്പ് ഓഫ് സിലിണ്ടേഴ്സ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രൈ പൗഡർ അല്ലെങ്കിൽ ABC പൗഡർ എന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും, ബ്ലൂ കളറായിരിക്കും. കാരണം ഈ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ, ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. ദെൻ 1 kg, 2 kg, 3 kg, 6 kg and 9 kg capacities of cylinders are available. ഇപ്പോൾ നമുക്കറിയാം, ഇതിൽ ഈ ഡ്രൈ പൗഡർ സിലിണ്ടേഴ്സിലാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് വരുന്നത്. 1 kg, 2 kg. ഇപ്പോൾ നമ്മൾ ഒരു മെട്രോ ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ, ചെറിയ ബസ്സിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാണാം, നമുക്ക് ചെറിയ സിലിണ്ടർ കാണാം. ഒരു kg, 1 kg, 2 kgയുടെ സിലിണ്ടേഴ്സ് കാണാം ബസ്സിലൊക്കെ പോകണം. പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് കാണാം. ശരിക്കും എല്ലാ പ്രൈവറ്റ് ബസ്സിലും എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും ഇതെല്ലാം വേണമെന്നാണ് റൂള്, ഈ സിലിണ്ടേഴ്സ് എല്ലാം വേണമെന്നാണ് റൂള്. പക്ഷേ നമ്മളങ്ങനെ അധികം കണ്ടിട്ടില്ല, ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ BMTCയുടെ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ സിലിണ്ടേഴ്സ് ഉണ്ടാവും, 1 ലിറ്ററിൻ്റെ ഒക്കെ സിലിണ്ടേഴ്സ്. അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് ABC പൗഡർ അല്ലെങ്കിൽ ചെപ്പ് പൗഡർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ആണ്. കാരണം ഈ ചെപ്പ് പൗഡർ എക്സ്റ്റിങ്ക്യൂഷർ അല്ലെങ്കിൽ ABC പൗഡർ അല്ലെങ്കിൽ ഡ്രൈ പൗഡർ യൂസ് ചെയ്തിട്ടുള്ള എക്സ്റ്റിങ്ക്യൂഷർ നമുക്ക് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആൻഡ് ക്ലാസ് ഇ ടൈപ്പ് ഫയറിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് 6 ടൈപ്പ് ഫയറാണുള്ളത്. ക്ലാസിഫിക്കേഷനിൽ 6 ടൈപ്പ് ഫയറാണുള്ളത്. അതിൽ 4 എണ്ണത്തിന് ഇത് സ്യൂട്ടബിൾ ആണ്. ക്ലാസ് എ സോളിഡ് ഫയർ, ക്ലാസ് ബി ലിക്വിഡ് ഫയർ, ക്ലാസ് സി ഗ്യാഷ്യസ് ഫയർ, ദെൻ ക്ലാസ് ഇ ഇലക്ട്രിക്കൽ ഫയർ. ഈ 4 എണ്ണത്തിന് ഇത് സ്യൂട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്ക സ്ഥലത്തും ഈ ABC പൗഡർ അല്ലെങ്കിൽ ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോ ABC പൗഡർ ഫോർ ബേണിംഗ് സോളിഡ്സ്, ബേണിംഗ് ലിക്വിഡ്സ് ആൻഡ് ഇഫ് സ്പെഷ്യലി ട്രെയിൻ ബേണിംഗ് ഗ്യാസസ്. നമുക്ക് ട്രെയിനിങ് ഉണ്ടെങ്കിൽ, നമ്മൾ ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഗ്യാസസിന് നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഗ്യാസിന് ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് ഞാൻ പറയാം. ഓക്കെ, ഗ്യാഷ്യസ് ആയിട്ടുള്ള ഫയർ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ എക്സ്പോഷർ റേറ്റ് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു ഗ്യാസ് ടൈപ്പ് ഫയർ അല്ലെങ്കിൽ ഒരു ഗ്യാസ് കാരണമുള്ള ഫയർ നമുക്ക് എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ നമുക്ക് സേഫ് ആണെന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം. അവിടെ ഒരുപാട് സിലിണ്ടറൊക്കെ ഇരിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൂടുതൽ അങ്ങോട്ടേക്ക് അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അപകടം വിളിച്ചു വരുത്താതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഗ്യാസ് ടൈപ്പ് ഫയർ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം. Then could be harmful in confined space and will contaminate prepared foods and delicate electronic equipment. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞു നമുക്ക് ക്ലാസ് ഇ ഫയറിന് ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ക്ലാസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, അതിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷ് ആവും. പക്ഷേ ഇത് കെമിക്കൽ പൗഡറാണ്. ഈ കെമിക്കൽ പൗഡർ നമ്മളെ ഇലക്ട്രോണിക് ഡിവൈസിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോർഡ് അല്ലെങ്കിൽ ആ ഡിവൈസ്, ആ ഗാഡ്ജറ്റ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. സോ നമുക്കിത് ഇലക്ട്രിക്കൽ ഫയറിന് മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എല്ലായിടത്തും കാണുന്ന അവൈലബിൾ ആയിട്ടുള്ളൊരു എക്സ്റ്റിങ്ക്യൂഷർ ആണിത്. അതുകൊണ്ട് തന്നെ നമുക്കിത് അപ്ലിക്കബിൾ ആണ്, ഇലക്ട്രിക്കൽ ഫയറിന് അപ്ലിക്കബിൾ ആണ്. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം ഇലക്ട്രിക്കൽ ഫയറിന്. അപ്പോൾ ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സിക്ക് സ്യൂട്ടബിൾ ആണ്. ദെൻ ക്ലാസ് ഇയിലേക്കും അപ്ലൈ ചെയ്യാം. ഇതാണ് ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്യൂഷർ. Then
കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ്. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാസാണ് അല്ലേ. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷറിന് ബാക്കിയുള്ള എക്സ്റ്റിങ്ക്യൂഷേഴ്സിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. കാരണം ബാക്കിയുള്ള എല്ലാ എക്സ്റ്റിങ്ക്യൂഷേഴ്സിനും നമുക്കൊരു പ്രഷർ ഗേജ് കാണാൻ പറ്റും. ഒരു വട്ടത്തിലൊരു പ്രഷർ മാർക്ക് ചെയ്തിട്ടുള്ളൊരു ഗേജ് കാണാൻ പറ്റുമോ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പക്ഷേ ഈ കാർബൺ ഡൈ ഓക്സൈഡിന് മാത്രം അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഓൾറെഡി ഗ്യാസാണ് നമ്മൾ നിറയ്ക്കുന്നത്. ആ ഗ്യാസ് നിറയ്ക്കുന്നതുകൊണ്ട് തന്നെ അതിന് സെപ്പറേറ്റ് പ്രഷർ കൊടുക്കാനുള്ള ഏജൻറ്റിൻ്റെ ആവശ്യമില്ല. സെപ്പറേറ്റ്ലി നമ്മൾ പ്രഷർ കൊടുക്കേണ്ട ഏജൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. സോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ ഇത് പ്യുവർ ആയിരിക്കും, ക്ലീൻ നോൺ കണ്ടക്റ്റീവ് ഏജൻ്റ് ആണ്. പ്യുവർ ഫോമിലുള്ള ക്ലീൻ നോൺ കണ്ടക്റ്റീവ് ഏജൻ്റ് ആണ്. ഇതൊരിക്കലും ഇലക്ട്രിസിറ്റിയെ കടത്തിവിടില്ല. ക്ലീൻ കണ്ടക്റ്റീവ് ഏജൻ്റ് ആണ്, ഒരിക്കലും കറണ്ടിനെ കടത്തിവിടില്ല. ദെൻ ഐഡിയൽ ഫോർ ഫയേഴ്സ് ഇൻവോൾവിങ് ലൈവ് ഇലക്ട്രിക്കൽ അപ്പാരറ്റസ്. അപ്പോൾ ഞാൻ നേരത്തെ ഇലക്ട്രിക്കൽ അപ്പാരറ്റസിന് 3 എക്സ്റ്റിങ്ക്യൂഷേഴ്സ് നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. ഫോം ടൈപ്പ് ഉപയോഗിക്കാം, ഡ്രൈ പൗഡർ ടൈപ്പ് ഉപയോഗിക്കാം, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഫോം ടൈപ്പ് ഉപയോഗിച്ചാലും നമ്മുടെ ഡിവൈസ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഡ്രൈ പൗഡർ ടൈപ്പ് യൂസ് ചെയ്താലും ഡിവൈസ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സാധ്യത നമുക്ക് ഒഴിവാക്കാം. ഡിവൈസ് ഡാമേജ് ആവാതെ നമുക്ക് എടുക്കാൻ പറ്റും. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്, അത് നോൺ കണ്ടക്റ്റീവ് ആണ്. അതൊരിക്കലും നമ്മുടെ ഗാഡ്ജറ്റ്സിനെ എന്ത് ചെയ്യില്ല, നശിപ്പിക്കില്ല, ഡാമേജ് വരുത്തൂല. അപ്പോൾ ഇലക്ട്രിക്കൽ ഫയറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ, CO2 എക്സ്റ്റിങ്ക്യൂഷർ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ സ്ക്രീനിലുള്ള ഇമേജിൽ കാണാം, CO2 എന്ന് എഴുതിയിട്ടുള്ളത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഈ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ കളർ കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഓക്കെ. ദെൻ നമ്മൾ ഈ സിലിണ്ടർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തണുപ്പ് എപ്പോഴും ഫീൽ ചെയ്യും. ഈ സിലിണ്ടർ എപ്പോഴും ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. ഈ സിലിണ്ടർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നോയ്സി സൗണ്ട് വരും. ഗ്യാസ് പുറത്തേക്ക് വരുന്ന സൗണ്ട് ഇല്ലേ, നമ്മൾ സാധാരണ ഗ്യാസ് പുറത്തേക്ക് വരുന്ന സൗണ്ട് ഇല്ലേ, അതുപോലെ ഒരു നോയ്സി സൗണ്ട് വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷേഴ്സ്, കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഒരിക്കലും നമ്മൾ സൺലൈറ്റിൽ വെക്കാൻ പാടില്ല, പുറത്ത് വെക്കാൻ പാടില്ല. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പുറത്ത് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞു, ഇത് എപ്പോഴും ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് ഇതിനുണ്ടാവുക. ഹീറ്റ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇത് ബ്ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ഒരിക്കലും സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഈ സിലിണ്ടർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതിന് ഇപ്പോൾ ഇങ്ങനെയുള്ള സിലിണ്ടേഴ്സ് നിങ്ങൾക്ക് പെട്രോൾ ബങ്കിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും, പെട്രോൾ പമ്പുകളിൽ. ബിക്കോസ് നമുക്കിത് ക്ലാസ് ഇക്കും ക്ലാസ് ബിയിലേക്കും ലിക്വിഡ് ഫയറിനും ഏറ്റവും സ്യൂട്ടബിൾ ആണ്. ലിക്വിഡ് ഫയറിനും ഇലക്ട്രിക്കൽ ഫയറിനും ക്ലാസ് ഇക്കും ക്ലാസ് ബിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റിങ്ക്യൂഷറാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. നിങ്ങൾക്ക് പെട്രോൾ പമ്പുകളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇനി പെട്രോൾ പമ്പിലൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും, ഡു നോട്ട് എക്സ്പോസ് ടുവേർഡ്സ് സൺ. സൂര്യപ്രകാശത്തിൽ എക്സ്പോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ലാബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എങ്ങനെ യൂസ് ചെയ്യുന്നു മുതൽ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് സ്പെഷ്യൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്. സ്പെഷ്യൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഞാൻ പറഞ്ഞു, നമുക്ക് ക്ലാസ് എഫ് ടൈപ്പ് ഫയർ ഉണ്ട്, കിച്ചൺ ഫയേഴ്സ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഫ്രൈ ഫൈറ്റർ എന്ന് പറഞ്ഞ എക്സ്റ്റിങ്ക്യൂഷർ. കാരണം ഇതിന് ഈ ഒരു പേര് വരാൻ കാരണം നമ്മൾ ഈ ടൈപ്പ് ഓഫ് എക്സ്റ്റിങ്ക്യൂഷേഴ്സ് കിച്ചണിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, കിച്ചൺ ആപ്ലിക്കേഷനിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ സാധാരണയായിട്ട്. സോ ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ക്ലാസ് എഫ് ഫയറിനാണ്. ക്ലാസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ഇൻവോൾവ് ഇൻ കുക്കിംഗ് ഓയിൽ. കുക്കിംഗ് ഓയിൽ കാരണം ഉണ്ടാകുന്ന തീപിടുത്തമാണ് ക്ലാസ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു എക്സ്റ്റിങ്ക്യൂഷർ, ഫ്രൈ ഫൈറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് എഴുതിയിട്ടുള്ളത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിട്ടുള്ള ഒരു യെല്ലോ കളറിലാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കോഡ് എന്ന് പറയുന്നത് യെല്ലോ ആണ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കാണുന്നു,
അതിൽ ഒന്നും എഴുതിയിട്ടില്ല, പക്ഷേ ആ കളറ് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഏത് ടൈപ്പ് എക്സ്റ്റിങ്യൂഷർ ആണെന്ന് തിരിച്ചറിയാൻ പറ്റും. വാട്ടർ ആണെങ്കിൽ റെഡ് ആണ് കളർ കോഡ്, ഫോം ആണെന്നുണ്ടെങ്കിൽ എന്താണ് ക്രീം കളറാണ് കളർ കോഡ്, ദെൻ ഡ്രൈ പൗഡർ ആണെങ്കിൽ ബ്ലൂ, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ബ്ലാക്ക്, വെറ്റ് കെമിക്കൽ പൗഡർ ഇപ്പോൾ ഇതിനകത്തുള്ളത് വെറ്റ് കെമിക്കൽ പൗഡറാണ്. നമ്മൾ ഡ്രൈ പൗഡർ പറഞ്ഞു, ഈ ഒരു ഫ്രൈ ഫൈറ്ററിനകത്തുള്ളത് വെറ്റ് കെമിക്കൽ പൗഡറാണ്. വെറ്റ് കെമിക്കൽ പൗഡർ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു ഇത് നമ്മൾ കിച്ചണിലാണ് പ്ലേസ് ചെയ്യുന്നത്. സോ ബാക്കിയുള്ളതെല്ലാം ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യും. ഫുഡ് കണ്ടാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിസണസ് ആണ്. ഓക്കെ, സോ ഇത് ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യില്ല. ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് കിച്ചണിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഈ ടൈപ്പ് ഫ്രൈ ഫൈറ്റേഴ്സ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഫ്രൈ ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ വെറ്റ് കെമിക്കൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്. വെറ്റ് കെമിക്കലാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഡ്രൈ പൗഡറിനകത്ത് ABC ഫയർ എക്സ്റ്റിങ്ക്യൂഷറിനകത്ത് ഡ്രൈ പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡ്രൈ കെമിക്കൽ പൗഡറാണ്. ഇതിനകത്ത് വെറ്റ് കെമിക്കൽ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് പറഞ്ഞു. 5 തരത്തിൽ നമ്മൾ 5 ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ടൈപ്പ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അപ്ലിക്കേഷൻ ഏതൊക്കെ ടൈപ്പ് ഫയറിലാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ എവിടെ പോയി നോക്കുകയാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ. ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പെട്രോൾ ബങ്കിലോ എവിടെ പോവുകയാണെങ്കിലും ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതിനകത്ത് എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊന്ന് നോട്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് കുറേ ലാബൽസ് കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ സർവീസ് മെയിൻ്റനൻസ് എങ്ങനെ ചെയ്യണം, അതുപോലെ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതുകൂടാതെ ഇത് ഏതൊക്കെ ഫയറിൽ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യണം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ കാണാം. ഇൻറ്റേർണൽ സ്ട്രക്ചർ, ഈ ഇൻറ്റേർണൽ സ്ട്രക്ചറിനകത്ത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫോം ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറാണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ പോലത്തെ ഗ്യാസ് ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. ഗ്യാസ് ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗ്യാസ് ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ. അപ്പോൾ ഇതിൻ്റെ രണ്ട് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഷർ ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ, അതായത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു കാട്രിഡ്ജ് CO2 കാട്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് കാണാം. CO2 കാട്രിഡ്ജ്. അപ്പോൾ ഈ CO2 കാട്രിഡ്ജ് ഈ പ്രഷർ ഗേജ് ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷറിൽ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോമോ വാട്ടറോ അല്ലെങ്കിൽ ഡ്രൈ പൗഡറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഫയർ ഫൈറ്റിംഗ് ഏജൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തുണ്ടാവും, നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ എക്സ്റ്റിങ്ക്യൂഷർ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് പ്രഷർ ചെന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് ഈ ട്യൂബിലൂടെ നോസിലൂടെ പുറത്തേക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രൊപ്പലൻറ്റ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ CO2 കാട്രിഡ്ജിലുള്ള ഗ്യാസ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ പല എക്സ്റ്റിങ്ക്യൂഷറിലും ഈ പ്രൊപ്പലൻ്റ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? നൈട്രജനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്യാസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ CO2 ആണ് നമ്മൾ കാണുന്ന ഈ ഇമേജിലുള്ള സിലിണ്ടറിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ CO2 ആവാം, നൈട്രജൻ ആവാം, എന്തോ ആവാം. അപ്പോൾ ഏതൊരു എക്സ്റ്റിങ്ക്യൂഷർ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഒരു ഫയർ ഫൈറ്റിംഗ് ഏജൻറ്റും ഉണ്ടായിരിക്കും, ഒരു പ്രൊപ്പലൻ്റ് ഏജൻറ്റും ഉണ്ടായിരിക്കും. പ്രൊപ്പലൻ്റ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയർ ഫൈറ്റിംഗ് ഏജൻറ്റിന് പുറത്തേക്ക് വരാനുള്ള പ്രഷർ കൊടുക്കുന്ന ഒരു ട്യൂബ്, അതിനാണ് പ്രൊപ്പലൻ്റ് ഏജൻറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു ഗ്യാസ്, നമ്മളവിടെ ഗ്യാസാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. നൈട്രജനോ കാർബൺ ഡൈ ഓക്സൈഡോ പോലുള്ള ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രഷർ ഗേജ് എല്ലാം ഉണ്ടായിരിക്കും. ആ പ്രഷർ ഗേജ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്തുള്ള ഏജൻറ്റ്സ്, പ്രൊപ്പലൻ്റ് ഏജൻറ്റും ഫയർ ഫൈറ്റിംഗ് ഏജൻറ്റും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അളവ് കുറവാണോ കൂടുതലാണോ എന്നുള്ളതൊക്കെ ആ പ്രഷർ ഗേജ് നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ ഗ്യാസ് ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ ആണെങ്കിൽ, റൈറ്റ് സൈഡ് കാണുന്ന എക്സ്റ്റിങ്ക്യൂഷർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റില്ല? ഇതേപോലെ ഒരു കാട്രിഡ്ജ് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സൈഫൺ ട്യൂബേ കാണാൻ പറ്റുന്നുള്ളൂ. സൈഫൺ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് പുറത്തേക്ക് എടുക്കുന്ന ട്യൂബ് മാത്രമേ നിങ്ങൾക്ക് കാണാം. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഗ്യാസ് ടൈപ്പിൽ നമ്മൾ ഓൾറെഡി ഒരു ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്, അതിന് ആവശ്യത്തിന് പ്രഷർ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, അതിൽ സെപ്പറേറ്റ് പ്രഷർ കൊടുക്കാൻ ഒരു ഏജൻറ്റിനെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഗ്യാസ് ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷറിൽ ഒരിക്കലും പ്രഷർ ഗേജ് നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ഗ്യാസ് ടൈപ്പും
നോർമൽ അതർ എക്സ്റ്റിങ്ക്വിഷേഴ്സും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഗ്യാസ് ടൈപ്പിൽ നമുക്ക് പ്രഷർ ഗേജ് കാണാം, അതിന് സെപ്പറേറ്റ് ഗ്യാസ് ടൈപ്പിൽ നമുക്ക് പ്രഷർ ഗേജ് കാണാൻ പറ്റില്ല, അതിന് സെപ്പറേറ്റ് എന്തില്ല, പ്രഷർ കൊടുക്കാനുള്ള പ്രൊപ്പലൻ്റ് ഏജൻ്റ് ഒന്നുമില്ല. അത് തന്നെ അതിനകത്തുള്ള ഗ്യാസ് തന്നെ എന്തായിട്ട് ആക്ട് ചെയ്യും, അതിന് വേണ്ട പ്രഷർ കൊടുക്കുന്ന പ്രൊപ്പലൻ്റ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അത് കംപ്ലീറ്റ്ലി ഡിസ്ചാർജർ ആവും ആ ഒരു പ്രഷർ കൊണ്ട്. പക്ഷേ നമ്മൾ നോർമൽ ടൈപ്പ്, വാട്ടർ ടൈപ്പ്, ഫോം ടൈപ്പ്, ഡ്രൈ കെമിക്കൽ പൗഡർ ടൈപ്പിലെല്ലാം എന്ത് വേണം, ഒരു എക്സ്ട്രാ പ്രൊപ്പലൻ്റ് ഏജൻറ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു കാട്രിഡ്ജ് ട്യൂബ് ഉണ്ടായിരിക്കും, എക്സ്ട്രാ പ്രൊപ്പലൻ്റ് ഏജൻറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, അത് നൈട്രജനോ ഗ്യാസ് CO2 ഏതെങ്കിലും ഒരു ഗ്യാസ് ആയിരിക്കും പ്രൊപ്പലൻ്റ് ഏജൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ പ്രൊപ്പലൻ്റ് ഏജൻറ്റും ഉണ്ട്, ഫയർ ഫൈറ്റിംഗ് ഏജൻറ്റും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ കാര്യത്തിൽ. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ ദ സ്ട്രക്ചർ ഓഫ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. നിങ്ങൾക്കൊരു ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ സ്ട്രക്ചർ ഇവിടെ കാണാൻ പറ്റും. ആ സ്ട്രക്ചറിനകത്ത്, അതായത് എക്സ്റ്റേണൽ സ്ട്രക്ചറാണിത്. നമ്മൾ നേരത്തെ കണ്ടത് ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. ഇത് എക്സ്റ്റേണൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ എക്സ്റ്റേണൽ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ എക്സ്റ്റേണൽ സ്ട്രക്ചറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ജസ്റ്റ് അവിടെ ലാബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാം ലോക്കിംഗ് പിൻ. അതിൻ്റെ ടോപ്പിലൊരു പിന്നുണ്ടായിരിക്കും. ആ പിന്ന് നമ്മൾ പുറത്തോട്ട് വലിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി അതിൻ്റെ ക്യാരിയിങ് ഹാൻഡിലിനും ഓപ്പറേറ്റിംഗ് ലിവറിനും ഇടയിലുള്ള ഒരു ലോക്കാണ് എന്ത്, ഈ ലോക്കിംഗ് പിൻ എന്ന് പറയുന്നത്. അത് പുറത്തോട്ട് വലിച്ചാൽ മാത്രമേ, അതിൻ്റെ എഡ്ജിലൊരു ചെറിയ ലോക്ക് ഉണ്ടാവും, അത് നമ്മൾ തിരിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ട് ആ ലോക്ക് പിറകിലോട്ട് വലിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് അത് സ്ക്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്താണ് ക്യാരിയിങ് ഹാൻഡിൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ലിവർ. ക്യാരിയിങ് ഹാൻഡിൽ, ഓപ്പറേറ്റിംഗ് ലിവർ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ദെൻ പ്രഷർ ഗേജ്, ഞാൻ നേരത്തെ പറഞ്ഞു പ്രഷർ ഗേജ് ഉണ്ടായിരിക്കും. ഈ പ്രഷർ ഗേജ് എന്ന് പറയുന്നത് അതിൻ്റെ നടുവിലായിട്ടൊരു ഗ്രീൻ പോർഷൻ ഉണ്ടായിരിക്കും, രണ്ട് സൈഡിലും റെഡ് പോർഷനും. അപ്പോൾ ഗ്രീൻ പോർഷനിൽ ആണെങ്കിൽ മാത്രമേ, നീഡിൽ ഗ്രീൻ പോർഷനിലാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ നീഡിൽ ലെഫ്റ്റ് സൈഡിലുള്ള റെഡ് പോർഷനിലാണെങ്കിൽ ദാറ്റ് മീൻസ് ദർ ഇസ് നോ റിക്വയർഡ് പ്രഷർ. അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള അളവിലുള്ള പ്രഷർ ഇല്ല, അല്ലെങ്കിൽ അതിനകത്ത് ആവശ്യത്തിലുള്ള ഏജൻറ്റ് ഇല്ല, ഫയർ ഫൈറ്റിംഗ് ഏജൻറ്റ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു നീഡിൽ ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ, കിടക്കുന്നതെങ്കിൽ അതിനകത്ത് ആവശ്യത്തിന് പ്രഷർ കൊടുക്കാനുള്ള ഏജൻറ്റ് ഇല്ല എന്നാണ് അർത്ഥം. ഇനി അത് ആ നീഡിൽ റൈറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രഷർ കൂടുതലാണ്, അതായത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള അളവ് കൂടുതലാണ്. അളവ് കൂടുതലാവുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡിസ്ചാർജ് ആവും. അപ്പോൾ അതിനകത്ത് അളവ് കൂടുതലാണെന്നുള്ളതാണ്, റൈറ്റ് സൈഡ് ആണെങ്കിൽ പ്രഷർ കൂടുതലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നീഡിൽ ഗ്രീൻ പൊസിഷനിലാണോ നിൽക്കുന്നതെന്നുള്ളത് ആണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ദെൻ പ്രഷർ ഗേജ് ഉണ്ട്. ദെൻ ലാബിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ ആണെന്നുള്ളത് കാണാം. അതിൻ്റെ കളർ കോഡ് ഞാൻ നേരത്തെ പറഞ്ഞു. ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞ കളർ കോഡ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ അത് ഏതൊക്കെ ക്ലാസ് ഫയറിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിനകത്ത് ലാബിൽ ചെയ്തിട്ടുണ്ടാവും. ദെൻ NFPA കപ്പാസിറ്റി റേറ്റിംഗ്, അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ്, സർവീസ്, അത് എപ്പോൾ ചെയ്യണം, ഏതൊക്കെ പീരീഡ് ഓഫ് ടൈമിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും, എല്ലാം കൊടുത്തിട്ടുണ്ടാവും, അവിടെ ലാബിൽ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഡിസ്ചാർജ് നോസിൽ ഓർ ഹോൺ. ഡിസ്ചാർജ് നോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്, എക്സ്റ്റിങ്ക്യൂഷർ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഡിസ്ചാർജ് നോസിലൂടെയാണ് നമ്മളുടെ ഫയർ ഫൈറ്റിംഗ് ഏജൻറ്റ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ പാർട്സ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ദെൻ പാസ് മെത്തേഡ്. അപ്പോൾ ഈ പാസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ യൂസ് ചെയ്യാനുള്ള മെത്തേഡാണ്. അപ്പോൾ ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ട് ഉള്ളൊരു പേരിട്ടതാണത് പാസ് മെത്തേഡ്. നിങ്ങൾ എവിടെ പോയാലും പാസ് മെത്തേഡ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ യൂസ് ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള അറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പാസ് മെത്തേഡ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പിന്നെന്താണ്, പിന്നെ ലിവർ എന്താണെന്നുള്ളതെല്ലാം പറഞ്ഞു. അപ്പോൾ പാസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് P സ്റ്റാൻഡ്സ് ഫോർ പുൾ ദ പിൻ.
പുൾ ദ പിന്ന് പുറത്തോട്ട് വലിക്കുക. ദെൻ എയിം ദ നോസിൽ ടുവേർഡ്സ് ദ ബേസ് ഓഫ് ദ ഫയർ. ആ നോസിൽ, ആ ട്യൂബ് എന്ത് ചെയ്യുക, ഫയറിൻ്റെ ബേസിലേക്ക് എയിം ചെയ്യുക. ദെൻ സ്ക്യൂസ് ദ ലിവർ, ആ ലിവർ പ്രസ് ചെയ്യുക. സ്വീപ്പ് ദ ഫയർ ഫ്രം സൈഡ് ടു സൈഡ്. നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വരുന്ന പോലെ സൈഡ് ടു സൈഡായിട്ടാണ് എന്ത് ഫയർ സ്വീപ്പ് ചെയ്യേണ്ടത്. ഒരിക്കലും അതിൻ്റെ മുകൾ ഭാഗത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. സോ ബിഫോർ അപ്ലൈയിങ് പാസ് മെത്തേഡ്, അതായത് നമ്മൾ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റത്തേതാണ് കീപ് യുവർ ബാക്ക് ടു എ ക്ലിയർ എസ്കേപ്പ് റൂട്ട്. കീപ് യുവർ ബാക്ക് ടു എ ക്ലിയർ എസ്കേപ്പ് റൂട്ട്. ദാറ്റ് മീൻസ് നമ്മളുടെ ബാക്ക് സൈഡിൽ രക്ഷപ്പെടാൻ ഒരു ക്ലിയർ എസ്കേപ്പ് റൂട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം എൻഷുർ ചെയ്യണം. രണ്ടാമത്തതാണ് സ്റ്റേ ബാക്ക് 6 to 8 feet ഫ്രം ദി ഫയർ. 6 to 8 feet, 6 അടി മുതൽ 8 അടി വരെ അകലം പാലിക്കുക ആ തീയിൽ നിന്ന്. അല്ലെങ്കിൽ ഒരു 6 അടി അകലത്ത് നിന്നിട്ട് അല്ലെങ്കിൽ 8 അടി അകലത്ത് നിന്നിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ പാസ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ബാക്ക് സൈഡിൽ ഒരു റൂമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഡോറിന് ഓപ്പോസിറ്റായിട്ട് നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫയർ എക്സ്റ്റിങ്ക്വിഷർ ചെയ്യേണ്ടത്, ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്തിട്ട്. കാരണം നമുക്ക് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞ സാധനം, പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ചെറിയ ഫയറിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ഫയർ എക്സ്റ്റിങ്ക്വിഷർ വലിയൊരു ഫയറിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനിഷ്യൽ സ്റ്റേജിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതല്ല വലിയൊരു ഫയർ ഹസാർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ നിൽക്കരുത്, ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ പറഞ്ഞു ഡിസ്ചാർജ് ടൈം വളരെ കുറവാണ്. നമ്മളത് വലിയൊരു ഫയർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് അത് എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്ത് ഒരു 60 സെക്കൻഡിൽ അത് ഡിസ്ചാർജ് ചെയ്ത് അതങ്ങ് തീർന്ന്. പിന്നെന്താ, ഫയർ അപ്പോൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ എസ്കേപ്പ് റൂട്ട് ബാക്കിലില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളതിനകത്ത് പെട്ടുപോകും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു എൻഷുവർ എ ക്ലിയർ എസ്കേപ്പ് റൂട്ട് ബിഹൈൻഡ് അസ്. ദെൻ സ്റ്റാൻഡ് ബാക്ക് 6 to 8 feet ഫ്രം ദി ഫയർ. ദെൻ അപ്ലൈ പാസ് മെത്തേഡ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, പാസ് മെത്തേഡ് അപ്ലൈ ചെയ്യുക. പുൾ ദ പിൻ, എയിം ദ നോസിൽ, സ്ക്യൂസ് ദ ലിവർ ആൻഡ് സ്വീപ്പ് ദ ഫയർ ഫ്രം സൈഡ് ടു സൈഡ്. അപ്പോൾ ഈ പിന്ന് റിമൂവ് ചെയ്യുക, നോസിൽ എയിം ചെയ്യുക, ബേസ് ഓഫ് ദ ഫയറിലേക്കാണ് എയിം ചെയ്യേണ്ടത്, ഫയറിൻ്റെ ബേസിലേക്ക് എയിം ചെയ്യുക. ദെൻ സ്ക്യൂസ് ദ ലിവർ പ്രസ് ചെയ്യുക. ദെൻ സ്വീപ്പ് ദ ഫയർ ഫ്രം സൈഡ് ടു സൈഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. ഡു നോട്ട് കണ്ടിന്യൂ ടു ഫൈറ്റ് എ ഫയർ. നമ്മൾ ഒരു ഫയറായിട്ട് ഫൈറ്റ് ചെയ്യരുത്. എപ്പോൾ, എങ്ങനെയുള്ള കണ്ടീഷൻസിൽ? ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഡു സോ. അങ്ങനെ ചെയ്യുന്നത് അപകടമാണെന്ന് നമുക്ക് തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ ഫയറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. ദെൻ ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് യുവർ എസ്കേപ്പ് റൂട്ട് മേ ബി കട്ട് ഓഫ് ബൈ ദി ഫയർ ഓർ സ്മോക്ക്. ഇപ്പോൾ നമ്മൾ എസ്കേപ്പ് റൂട്ട് കട്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി, നമ്മുടെ ബാക്ക് സൈഡിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഇല്ലാതാവാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആ ഫയറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. മൂന്നാമത്തതാണ് ദ ഫയർ കണ്ടിന്യൂസ് ടു ഗ്രോ ഇൻസ്പൈറ്റ് ഓഫ് യുവർ എഫേർട്ട്. നമ്മൾ എത്ര തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ടും അണയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യരുത്, നമ്മൾ പുറത്തേക്ക് രക്ഷപ്പെടുന്നതാണ് നല്ലത്. ദെൻ ദർ ആർ ഗ്യാസ് സിലിണ്ടേഴ്സ് ത്രെറ്റൻഡ് ബൈ എ ഫയർ. ഗ്യാസ് സിലിണ്ടേഴ്സിന് തീ പിടിച്ചതാണെങ്കിൽ, അതായത് ഗ്യാഷ്യസ് ഫയർ ആണെന്നുണ്ടെങ്കിൽ, ഗ്യാസ് കാരണമുള്ള ഫയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അധികം നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഗ്യാസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഡെപ്ത് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഗ്യാസ് ടാങ്കറൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലുള്ള എല്ലാവരെയും റിമൂവ് ചെയ്യും. ആ ഒരു ഏരിയയിൽ, പെർട്ടിക്കുലർ ഏരിയയിൽ ഇത്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കും. കാരണം ഗ്യാസിൻ്റെ ഒരു വോളിയം അത് എത്ര ഏരിയയിൽ സ്പ്രെഡ് ആയി എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, പല ഗ്യാസസും സ്മെല്ലില്ലാത്തതൊക്കെയാണ്, കളറും സ്മെല്ലൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാഷ്യസ് ഫയർ അതിൻ്റെ ഡെപ്ത് എത്രത്തോളമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് പോവുക. ദെൻ ഇഫ് യു ഹാവ് ടു വിഡ്രോ, ക്ലോസ് വിൻഡോസ് ആൻഡ് ഡോർസ് ബിഹൈൻഡ് യു വെൻ എവർ പോസിബിൾ. നമ്മൾ ഇപ്പോൾ ആ ഫയർ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ട് തിരിച്ചു പോവുകയാണെങ്കിൽ, നമ്മൾ പിന്തിരിയാണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അവിടെയുള്ള വിൻഡോസും അവിടെയുള്ള ഡോറും ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ വിൻഡോസും ഡോറൊക്കെ ക്ലോസ് ചെയ്യുക വഴി ആ റൂമിനകത്തെ എയർ ഫ്ലോ
നമുക്ക് ഓക്സിജൻ്റെ അളവ്, ഓക്സിജൻ്റെ ഫ്ലോ കുറയ്ക്കാൻ പറ്റും, ഫയർ പുറത്തേക്ക് സ്പ്രെഡ് ആവുന്നത് തടയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വിൻഡോസും ഡോറെല്ലാം ക്ലോസ് ചെയ്യുക. ദെൻ ഡു നോട്ട് യൂസ് എ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ടു പുട്ട് ഔട്ട് എ ഫയർ ഇൻവോൾവിങ് ബേണിംഗ് ഗ്യാസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്യാസ് കാരണമുള്ള ഫയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ഫയർ എക്സ്റ്റിങ്ക്വിഷർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്. ദെൻ ടേൺ ഓഫ് ദ ഗ്യാസ് സപ്ലൈ ഇഫ് ഇറ്റ് ഈസ് സേഫ് ടു ഡു സോ ഓർ ലീവ് സച്ച് ഫയേഴ്സ് ടു ദ ഫയർ ബ്രിഗേഡ്. നമ്മൾ ഈ ഗ്യാഷ്യസ് ഫയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആ വാൾവ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അതും അപകടകരമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്, അപകടമാണെന്ന് നമുക്ക് തോന്നലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സേഫ് അല്ല എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ നിൽക്കരുത്, ഈ ഗ്യാസ് ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ നിൽക്കരുത്. ഈ വാൾവ് ക്ലോസ് ചെയ്യാനോ അതിൻ്റെ അടുത്തേക്ക് പോകാനൊന്നും നിൽക്കരുത്. മാക്സിമം അകലം പാലിച്ചിട്ട് നിൽക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇമീഡിയറ്റ്ലി ഫയർ ബ്രിഗേഡിനെ ഇൻഫോം ചെയ്യുക. അവർക്ക് അതിൻ്റെ ട്രെയിനിങ്, അവരെല്ലാം ഇങ്ങനെയുള്ള ഏതൊരു സിറ്റുവേഷൻ വന്നാലും അത് ഫേസ് ചെയ്യാനുള്ള ട്രെയിനിങ് കിട്ടിയവരാണ്, അവർക്ക് അതിൻ്റെ മെത്തേഡ്സ് അറിയുന്നുണ്ടാവും. ഓക്കെ, സയൻറ്റിഫിക് ട്രെയിനിങ് ഉള്ളതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ രീതിയിൽ അത് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷ്